നയപ്രഖ്യാപന പ്രസംഗത്തെ ചൊല്ലിയുള്ള വിവാദം അനാവശ്യമെന്ന് ഗവർണറുടെ വിശദീകരണം. അർത്ഥസത്യങ്ങൾ നയപ്രഖ്യാപനത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. ഭേദഗതി വരുത്തി അയക്കാമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും അതുണ്ടായില്ല എന്നും ലോക്ഭവൻ ഇറക്കിയ വിശദീകരണത്തിൽ പറയുന്നു. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, ഇന്നത്തെ നയപ്രഖ്യാപനം ഏറെ ചർച്ചയാവുകയാണ്. എന്താണ് ലോക്ഭവന്റെ വിശദീകരണം? നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സഭയിൽ നിന്ന് പോയതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നിയമസഭയ്ക്കുള്ളിൽ നൽകിയിരുന്നു. സർക്കാർ എഴുതി കൊടുത്ത ഭാഗങ്ങളുണ്ട്, മന്ത്രിസഭ അംഗീകരിച്ച ഭാഗങ്ങളുണ്ട്. അതിൽ 15, 12, 15, 16 ഖണ്ഡികകൾ ഗവർണർ ഒഴിവാക്കി എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. അതിനൊപ്പം തന്നെ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയും ചെയ്തു. ഇത് മന്ത്രിസഭ അംഗീകരിച്ച പ്രമേയം വേണം അവിടെ അംഗീകരിക്കാൻ. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പോകും. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുകയുണ്ടായി, മുഖ്യമന്ത്രി സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തതും അതുപോലെ തന്നെ അദ്ദേഹം ഒഴിവാക്കിയതുമായ ഭാഗങ്ങൾ സഭയുടെ രേഖയിൽ വരുന്നില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർത്ഥസത്യങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം ഗവർണർ വിശദീകരിക്കുന്നത്. ഗവർണർക്ക് യുക്തം എന്ന് തോന്നുന്ന ഭേദഗതികളിലേ വരുത്താൻ പാടുള്ളൂ, അല്ലാതെ സർക്കാരും മന്ത്രിസഭ അംഗീകരിച്ച എല്ലാത്തിനും മാറ്റം വരുത്താനുള്ള അവകാശം ഗവർണർക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പറയുന്നത്. ഗവർണർക്ക് യുക്തം എന്ന് തോന്നുന്നത് മാത്രം ഭേദഗതികൾ വരുത്തുക. അതിനൊപ്പം തന്നെ ഭേദഗതികൾ വരുത്തിയിട്ടില്ല എന്ന് അറിയുന്നത് ഇന്നലെ രാത്രി 12 മണിക്കാണ്. താൻ കോഴിക്കോട് നിന്ന് രാത്രി വൈകിയാണ് എത്തിയത്. സർക്കാർ നൽകിയ ഹർജികളിൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്ന് പറയുന്നതിനകത്തും തെറ്റുണ്ട്. അങ്ങനെ അർത്ഥസത്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഇപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ മന്ത്രിസഭ അംഗീകരിച്ച ഒരു നയപ്രഖ്യാപന പ്രസംഗമുണ്ട്, അത് സഭയിൽ വെക്കുന്നു, അത് അംഗീകരിക്കണം എന്നുള്ള പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമൃത. സെയ്ഫ്, അപ്പോൾ ഗവർണർക്ക് യുക്തമെന്ന് തോന്നിയ ഭേദഗതികൾ മാത്രമാണ് വരുത്തിയത് എന്നാണോ പറയുന്നത്? അദ്ദേഹത്തിന് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹം വരുത്തിയിരിക്കുന്ന ഭേദഗതികളെല്ലാം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ സംസ്ഥാനത്തിന് പണം ഞെരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തനത് വരുമാനം കൂട്ടിയാണ് സംസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിന് അല്ലാതെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരുപാട് പണം കിട്ടാനുണ്ട്. അത് കിട്ടാത്തതിൽ ഉള്ള ബുദ്ധിമുട്ട് വ്യക്തമാക്കുന്നുണ്ട്. ബില്ലുകൾ ഗവർണർ പിടിച്ചു വെക്കുന്നതിനകത്ത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറലിസത്തിനെതിരായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്നിട്ടും അതിനകത്ത് യുക്തമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ CPM-നും തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഇവിടെ നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും സർക്കാർ രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ, അതായത് കോടതി പോവുക, അതുപോലെ തന്നെ പരസ്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുക, ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM എല്ലാം കരുതുന്നത്. ശരി, സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.